നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഈ ഇലയെപ്പറ്റി പറയുവാനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണിത്, പനിക്കൂർക്ക. ഈ പനിക്കൂർക്കയുടെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ വളരെയധികമുണ്ട്. എല്ലാവരുടെ വീട്ടിലും സർവ്വസാധാരണയായി കാണുന്ന ഒരു സസ്യം തന്നെയാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താവുന്നതേ ഉള്ളൂ. ചെറിയ ഒരു പരിപാലനം മതി. ആദ്യം ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പരിപാലനം അതിനാവശ്യമില്ല, തന്നെ വളർന്നു വന്നോളും. ഒത്തിരി വെള്ളമോ ഒന്നും ആവശ്യമില്ല ഇതിന്. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് പനിയും ജലദോഷവുമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. പനി, ചുമ, ജലദോഷം ഇതിനൊക്കെ ഇതിൻ്റെ ഇല വാട്ടി എടുത്ത് അതിൻ്റെ നീര് തലയുടെ നെറുകയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ആശ്വാസം കിട്ടും. എത്ര പനിയാണെങ്കിലും അത് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പനി, വൈറൽ ഫീവർ, അതുപോലെ പിള്ളേർക്കുണ്ടാകുന്ന ചെറിയ ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്ന പനി, ഇതെല്ലാം ഈ പനിക്കൂർക്കയുടെ നീര് വെച്ച് മാറ്റിയെടുക്കാൻ പറ്റും. വലിയ സീരിയസ് ആയിട്ടുള്ള പനിയും കാര്യങ്ങളും വലിയ ഇൻഫെക്ഷനും ഒക്കെ ഉള്ളതാണെങ്കിൽ അത് നമുക്ക് ചികിത്സിക്കേണ്ടി വരും. ഇത് ചെറിയ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, അതുപോലെ വൈറൽ ഫീവർ, ജലദോഷം, തുമ്മൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇത് ഒന്നുമില്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇത് ഫോർക്കിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഓവനിൽ ഒരു 10 സെക്കൻഡ് വെച്ച് നമുക്ക് വാട്ടിയെടുത്താൽ നന്നായിട്ട് ഇതിൻ്റെ നീരെടുക്കാൻ പറ്റും. അത് പിള്ളേർ ഈ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്കൊക്കെ ജസ്റ്റ് തലയിലോട്ടൊന്ന് പിഴിഞ്ഞാൽ മതിയല്ലോ. ഒത്തിരി എളുപ്പമാണ്. അതുപോലെ ഇതിൻ്റെ മറ്റു ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ലൊരു വേദന സംഹാരിയാണ്. നമ്മൾ ജോയിൻസിൻ്റെ ഒക്കെ വേദനകളുള്ളവർ ഇത് ഇച്ചിരി എടുത്ത് അതിൻ്റെ നീര് തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ സന്ധിവേദനകളൊക്കെ കുറഞ്ഞു കിട്ടും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോക്രോൺ എന്ന രാസവസ്തു ഒരു ആൻറ്റിബയോട്ടിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ദഹന പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. അസുഖങ്ങളൊന്നുമില്ലാത്തവരാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പനിക്കൂർക്കയുടെ വെള്ളം, തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കുന്നത് വളരെ നല്ലതാണ്. രോഗപ്രതിരോധശേഷി കൂട്ടുവാൻ ഇത് വളരെ സഹായിക്കും. അതുപോലെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ ഏതെങ്കിലും പ്രാണികൾ കടിച്ചിട്ട് കയ്യിലിങ്ങനെ ചുമപ്പ് പോലെയുള്ളതും അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ നീരിച്ചിരി പുരട്ടിയാൽ വളരെ ആശ്വാസം ലഭിക്കും. അതുപോലെ ഇത് കറികളിലും ഉപയോഗിക്കാവുന്നതാണ്. മോര് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ 1-2 ഇല ഇട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരിഗാനോയ്ക്ക് പകരമായും പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നല്ലൊരു